37ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം R.K. നാരായണൻ്റെ ദ മഹാഭാരത എന്ന പുസ്തകത്തിനെ ആസ്പദമാക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിലെ 9ാമത്തെ അധ്യായമായ ദി 100 Questions ആണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ഹസ്തിനപുരത്തിന് ചുറ്റുമുള്ള മറ്റ് രാജ്യങ്ങളായ പാഞ്ചാല, ചേടി, മത്സ്യ, സാൽവ, അവന്തി എന്ന് പറഞ്ഞ ഈ രാജ്യങ്ങളിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് പോകാമെന്നും 12 വർഷത്തെ വനവാസത്തിന് ശേഷം പഞ്ചപാണ്ഡവന്മാർ തീരുമാനിക്കുകയാണ്. അപ്പോൾ വിരാട് മഹാരാജാവിൻ്റെ രാജ്യത്തിലേക്ക് പോകാൻ ഇവർ തീരുമാനിച്ചു. അങ്ങനെ ഓരോരുത്തരും ഓരോ വേഷം കെട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരാവണ്ണം പോകാൻ പറ്റില്ലല്ലോ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ വേഷം. അത് യുധിഷ്ഠിരനൊരു ചൂതാട്ടക്കാരൻ്റെ വേഷം. ഭീമസേനൻ എന്താ വിചാരിച്ചേ, ഭീമസേനൻ എൻ്റെ പേര് വല്ലഭാന്നാക്കാവുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാതെ വനവാസത്തിലല്ല, അപ്പോൾ ഇവർക്ക് ആരാണെന്ന് ഇവർ അറിയാത്ത രീതിയിൽ ഇവർ പേര് വേഷം മാറ്റിയിട്ട് വേണം ഇവർക്ക് വിരാടൻ്റെ മത്സ്യരാജ്യത്തിൽ ജീവിക്കാൻ. അപ്പോൾ ഭീമൻ പറഞ്ഞേ, എൻ്റെ പേര് വല്ലഭാന്നാക്കാം, ഞാൻ മഹാരാജാവിൻ്റെ അതായത് വിരാട രാജാവിൻ്റെ അടുക്കളയിൽ ജോലി ചെയ്യാം, ഭക്ഷണം ഉണ്ടാക്കല് അങ്ങനത്തെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ പോവാം എന്ന് ഭീമൻ പറഞ്ഞു. He indulged in a loud dream of how he could enjoy his rule. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമൻ ഈ പറയുന്ന വിരാട രാജ്യത്തിലെ അടുക്കളയിൽ വല്ലഭ എന്നുള്ള പേരിൽ നിൽക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഭീമൻ പറയണേ, അടുക്കളയിൽ ഞാൻ ഉണ്ടാക്കുന്ന പല വിഭവങ്ങളും രാജാവ് ജീവിതത്തിൽ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത്രയ്ക്ക് നല്ല ഭക്ഷണം ഞാൻ ഉണ്ടാക്കും. ഇത് എൻ്റെ ഈ പറയുന്ന ഐഡിയകളൊക്കെ അടുക്കളയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് നല്ല രീതിയിൽ പുതിയ പുതിയ ഭക്ഷണങ്ങളും പരീക്ഷണങ്ങളും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. രാജാവിന് വളരെയധികം സന്തോഷമാകുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞില്ലേ, യുധിഷ്ഠിരനാണെങ്കിൽ ചൂത് കളിച്ചിട്ട് രാജാവിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റും. ചൂത് കളിക്കും, അങ്ങനെ രാജാവിന് ഈ പറഞ്ഞ യുധിഷ്ഠിരൻ്റെ കമ്പനി ആസ്വദിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ആളായ ഭീമന് അടുക്കളയിൽ ഇതുപോലെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തൻ്റെ കായിക ബലങ്ങൾ, ഈ മാർഷ്യൽ ആർട്സ് എന്ന് പറയുമ്പോൾ തനിക്ക് ഭയങ്കര ശക്തി ഉണ്ടല്ലോ ഭീമൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് ആനകളെയും കാളകളെയൊക്കെ നിലയ്ക്ക് നിർത്താൻ കഴിയും. അതുപോലെ ആ രാജ്യത്തിലെ മൽപ്പിടുത്തക്കാരുണ്ടല്ലോ, ശക്തിമാന്മാരുമായിട്ടൊക്കെ മൽപ്പിടിച്ചിട്ട് അങ്ങനെയൊക്കെ എനിക്ക് രാജാവിനെ സന്തോഷപ്പെടുത്താൻ കഴിയും എന്ന് ഭീമൻ പറയുകയാണ്. അപ്പോൾ യുധിഷ്ഠിരനുമായി ഭീമൻ അടുക്കളയിൽ പാചകവും യുദ്ധത്തിൽ മറ്റേ മൽപ്പിടുത്തത്തിലുള്ള കളികളും മറ്റതുമൊക്കെ കാണിച്ച് ശാരീരിക ഇത് അന്നൊക്കെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറയുന്നത് എന്തറിയോ, ഈ മറ്റേ മസിൽ കൊണ്ട് പിടിക്കുക, അതിനെന്താ പറയുക, ഗുസ്തി പിടിക്കുകയാണ്. മലയാളത്തിൽ ഗുസ്തി പിടിക്കുക എന്ന് പറയാം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിനെ റെസ്ലിംഗ് എന്നാണ് പറയുക. എന്താണ് റെസ്ലിംഗ് അറിയാമല്ലോ കുട്ടിക്ക്? മലയാളത്തിലാവുമ്പോൾ ഗുസ്തിന്ന് മൽപ്പിടുത്തം എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഭീമൻ പറയുന്നത്. മൂന്നാമത്തെ ആളോട് അർജുനനോട് പറയണം. അപ്പം മൂന്നാമത്തെ ആളോട് അർജുനനോട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, എന്താണ് അർജുന, നിനക്കെന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ
ഞാൻ ഞാൻ എങ്ങനെയാണ് ഞാനൊരു സ്ത്രീയെ പോലെ വേഷം കെട്ടാൻ പറ്റും, ഒരു പെണ്ണിനെ പോലെ വേഷം കെട്ടാൻ പറ്റും. അവിടെയാണ് ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്ന ഇത് വരാൻ പോകുന്നത് കേട്ടോ. ബൃഹന്നള എന്നുള്ള പേര് ഞാൻ എടുക്കാം. ആരാണ് ബൃഹന്നള? അർജുനൻ്റെ സ്ത്രീ രൂപം. അർജുനൻ ഒരു സ്ത്രീയായിട്ട് വേഷം കെട്ടിയിട്ട് ബൃഹന്നള എന്നുള്ള പേരിൽ വേഷം കെട്ടിയിട്ട് മത്സ്യരാജ്യത്തിലെ വിരാടൻ്റെ രാജ്യത്തിലെ എന്തെങ്കിലും ഒരു ഡാൻസ് കളിക്കണതിലോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ഞാൻ അങ്ങനെ കയറിക്കൊള്ളാം എന്ന് അർജുനൻ പറയണം. എനിക്കെൻ്റെ അമ്പിലും വില്ലിലും മറഞ്ഞിരിക്കാൻ കഴിയും. ഞാൻ നീളത്തിലുള്ള ചെവിയിലുള്ള ഇയറിങ്സും അതുപോലെ സ്ത്രീകളെ പോലെ വേഷം കെട്ടിയിട്ട് ബൃഹന്നളയായിട്ട് ഞാൻ അവിടെ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ പറയണേ, അർജുന നിനക്കതെങ്ങനെ സാധിക്കും? ഒരു പുരുഷൻ സ്ത്രീയായിട്ട് മാറിയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ആരാ ചോദിക്കണേ? യുധിഷ്ഠിരൻ അർജുനോട് പറയണം. അപ്പം അർജുനൻ പറയണേ, ഞാൻ അവിടെ തപസ് ചെയ്യുന്ന സമയത്ത് ഇന്ദ്രലോകത്ത് പോയപ്പോൾ ഉർവശി എന്നെ ശപിച്ചു. ജീവിതത്തിലെ ഒരു കാലത്ത് ഞാനൊരു ആണും അല്ല പെണ്ണും അല്ലാത്ത രീതിയിൽ ജീവിക്കേണ്ടി വരും. ആ ശാപം എനിക്ക് പൂർത്തീകരിക്കണ്ടല്ലോ. പെണ്ണായിട്ട് വേഷം കെട്ടിയിട്ട് ഞാൻ പോവാം. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഇത് സാധിക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഉർവശിയുടെ ശാപം ഉപകാരമായിട്ട് മാറുന്നത്. എങ്ങനെ ഉപകാരമായിട്ട് മാറുന്നത്? മത്സ്യരാജ്യത്തിൽ അർജുനൻ പോയി സ്ത്രീയുടെ വേഷം ധരിച്ചിട്ട് ജീവിക്കുകയാണ്. അപ്പം 3 പേരായില്ലേ. ഇനി അടുത്ത ആളാരാണ്? നകുലനോട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണേ, ഇനി അടുത്ത നമുക്ക് നീ എന്താ ചെയ്യാൻ പോണം, ഞാൻ ഇങ്ങനെ എന്താ ചെയ്യാൻ പോണമെന്ന് ചോദിക്കുകയാണ്. അപ്പം നകുലൻ പറയണേ, ഞാൻ എന്നെ ഗ്രന്ഥിക എന്ന് വിളിക്കാം. പേര് മാറ്റിയിട്ട് ഞാൻ എന്നെ ഗ്രന്ഥിക എന്ന് വിളിക്കാം. ഞാൻ എന്നിട്ട് കുതിരകളെയും, പണ്ട് രാജാക്കന്മാരുടെ കയ്യിൽ കുറേ കുതിരകളുണ്ടായിരുന്നല്ലോ, കുതിരകളെയൊക്കെ സംരക്ഷിക്കാൻ കുറേ ആൾക്കാർ ആവശ്യമുണ്ടല്ലോ. ഞാൻ കുതിരകളെ സംരക്ഷിക്കുന്ന ആളായിട്ട് കുതിരകളുടെ പറയുന്ന കുതിരകളെ നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ കുതിര സംരക്ഷണത്തിന് പോയിക്കോളാം. എനിക്ക് കുതിരേനെ നന്നായി നോക്കാനുള്ള കഴിവുണ്ട്. ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കുതിരകളുമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. അപ്പോൾ കുതിരകളെ മെനക്കാനും കുതിരകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാനും കുതിരകളെ കുളിപ്പിക്കാനും കുതിരകളെ നോക്കാനും നകുലന് കഴിയും എന്നുള്ള രീതിയിൽ നകുലനും ഒരു ഇതായി. ഇനി ആരാ ബാക്കിയുള്ള? സഹദേവൻ എന്താ പറഞ്ഞ? സഹദേവനോട് ചോദിച്ചപ്പോൾ സഹദേവൻ പറഞ്ഞു, ഞാൻ ഇപ്പോൾ നകുലേട്ടൻ ഇതുപോലെ കുതിരകളെയൊക്കെ നോക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ പശുക്കളെ മറ്റുള്ള കാളകളും അതുപോലെ എനിക്ക് പാല് കറക്കാനൊക്കെ നന്നായിട്ട് അറിയാം. പശുവിൻ്റെ പാല് കറക്കില്ലേ, പാല് കറക്കാനും ഒക്കെ നന്നായിട്ടറിയാം. പിന്നെന്താ, അതുപോലെ എനിക്ക് മാത്രമല്ല എനിക്ക് പശുക്കളെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ 5 പേരായില്ലേ, യുധിഷ്ഠിരനും ഭീമനും അർജുനനും നകുലനും സഹദേവനും 5 പേർക്കും. യുധിഷ്ഠിരൻ ആദ്യം പറഞ്ഞ ചൂത് കളിക്കാരൻ്റെ രീതിയിൽ രാജാവിനായിട്ട് നേരിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് രാജാവുമായിട്ട് അടുപ്പം കാണിക്കാമെന്ന് പറഞ്ഞില്ലേ. ഇനി ഒരാളും കൂടെ ബാക്കിയുള്ളത് ആരാണ്? ദ്രൗപദീനെ നമ്മൾ മറന്നല്ലോ. അവൻ്റെ ഭാര്യ ദ്രൗപദി കൂടെ ഉണ്ടല്ലോ. എല്ലാ ഏട്ടാനുജന്മാരും 5 പഞ്ചപാണ്ഡവന്മാർക്കും ഓരോരോരോ റോള് ശരിയായി. അവസാനം ബാക്കിയുള്ളത് ദ്രൗപദി മാത്രമാണ്. ഭീമന്റെ പേര് എന്താണ്? വല്ലഭ. അർജുനന്റെ പേര് എന്താണ്? പെണ്ണ ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ബൃഹന്നള. പിന്നെ അർജുനന്റെ ബൃഹന്നള. നകുലന്റെ പേര് ഗ്രന്ഥിക.
സഹദേവൻ്റെ പേര് പറയുന്നില്ല. പക്ഷെ സഹദേവൻ എന്ത് ചെയ്യുന്നു? പശുക്കളെ നോക്കാൻ പോകുന്നു. അപ്പോഴാണ് ദ്രൗപദീനെ ഇനി എന്താ ചെയ്യേണ്ട എന്നുള്ളത് ആലോചനയിൽ വരുന്നത്. അപ്പോൾ എന്താ ചെയ്യുക? ഒന്നുമില്ലെങ്കിൽ സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ പെർഫ്യൂമിൻ്റെ ഒക്കെ അതുപോലെ ആയിട്ട് നമുക്ക് രാജ്യത്തിലെ രാജകൊട്ടാരത്തിലെ സ്വർണവും അതുപോലെ പണ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന സുഗന്ധദ്രവ്യങ്ങളാണെന്നുള്ളത്. സുഗന്ധദ്രവ്യങ്ങൾ പറഞ്ഞാൽ രാജാക്കന്മാരുടെ ദേഹത്തൊക്കെ നല്ല മണം വരാൻ വേണ്ടി തേക്കുന്ന ചന്ദനം, അങ്ങനത്തെ കാര്യങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും ആണ് എനിക്ക് തരാൻ പറ്റുള്ള എന്നുള്ളതാണ് ദ്രൗപദി പറയുന്നത്. എന്താ പറയുന്നത് ദ്രൗപദി? ആഭരണങ്ങളും പിന്നെ സുഗന്ധദ്രവ്യങ്ങളും അതൊക്കെ നോക്കണ ആളായിട്ട് ഞാൻ മത്സ്യരാജ്യത്തിൽ നിൽക്കാമെന്നുള്ള രീതിയിലാണ് ദ്രൗപദി പറയുന്നത്. അപ്പോൾ ദ്രൗപദി പറയണേ, കഴിഞ്ഞ 12 വർഷങ്ങളായിട്ട് ഞാൻ കണ്ണാടി ഒരിക്കൽ പോലും നോക്കിയിട്ടില്ല. കാരണം എന്താ, ഞാൻ വനവാസത്തിലായിരുന്നില്ലേ? ദ്രൗപദി വനവാസത്തിലായിരുന്നില്ലേ? കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഞാൻ ഒരിക്കൽ പോലും കണ്ണാടി നോക്കിയിട്ടില്ല. സൈരന്ധരി പറഞ്ഞിട്ട് കുറച്ച് സ്ത്രീകളുണ്ട്. ഈ സൈരന്ധരി എന്ന് പറയുന്ന ആൾക്കാരെന്താണ്? ഈ പറയുന്ന രാജ്ഞിമാരുടെ വസ്ത്രങ്ങളും അവരുടെ എന്താ പറയുക, ഈ പറയുന്ന കോസ്റ്റ്യൂംസും കാര്യങ്ങളും അതുപോലെ തോഴിമാരുടെയൊക്കെ കൂടെ നിൽക്കുന്ന ആളായിട്ടാണ് ഈ സൈരന്ധ്രിമാരെ കണക്കിലെടുക്കുന്നത്. അങ്ങനെ സൈരന്ധ്രിയായിട്ട് ഞാനും വരാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വേഷം ധരിച്ചിട്ട് വേഷം മാറിയിട്ട് നമുക്ക് വിരാടൻ്റെ രാജ്യത്തിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇങ്ങനെ തീരുമാനിച്ച ശേഷം നമ്മൾ വലിയ മുതിർന്ന ആരോടെങ്കിലുമൊക്കെ ചോദിക്കേണ്ട അഭിപ്രായങ്ങൾ, എന്തെങ്കിലും പ്രശ്നമാവോ, ഇത് പോണത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിക്കും. അപ്പം ധൗമ്യ മഹർഷിയോട് എന്ത് ചെയ്യും? യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? വിരാടൻ്റെ മത്സ്യരാജ്യത്ത് ഞങ്ങളിങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വേഷം ധരിച്ചിട്ട് മാറിയിട്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ധൗമ്യ മഹർഷി പറയണേ, എനിക്കൊരു സംശയമില്ല, നിങ്ങൾ വിരാട രാജ്യത്തിൽ സന്തോഷമായിട്ടിരിക്കുന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ദ്രൗപദീനെ നിങ്ങൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം നോക്കാൻ. ദ്രൗപദിക്കൊരു കഷ്ടം വരാത്ത രീതിയിൽ വേണം നോക്കാൻ. ദ്രൗപദിനെ പൊതുസ്ഥലങ്ങളിലേക്ക് പോണ രീതിയിൽ ആക്കരുത്. വിരാടൻ വളരെ നല്ല മനുഷ്യനാണ്. വളരെ കുറച്ച് ആൾക്കാർ വിരാടൻ്റെ മന്ത്രിസഭയിൽ മോശപ്പെട്ട ആൾക്കാരുള്ളൂ, എല്ലാം നല്ല ആൾക്കാരാണ്. യുധിഷ്ഠിരൻ തന്നെ ഒരു നല്ല രാജാവല്ലേ? അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും നിങ്ങൾ രാജാവാണ് എന്നുള്ള കാര്യം വിരാടൻ ഒരിക്കലും അറിയാത്ത രീതിയിൽ വേണം നിങ്ങൾ പെരുമാറേണ്ടത്. ഒരു കാരണവശാലും രാജാവിനോട് നേരിട്ട് പോയി പറയേ, ഒരു രാജകൽപ്പന ചെയ്യണ പോലെ പറയുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ വനവാസത്തിൽ ജീവിക്കുന്ന പോലെ എളുപ്പമല്ല ഇനിയൊരാളുടെ രാജ്യത്തിൽ, ഇനിയൊരു പേരിൽ, ഇനിയൊരു രൂപത്തിൽ, ഇനിയൊരു തൊഴിൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ആ രാജ്യത്തിലെ രാജാവിൻ്റെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം വനവാസത്തിലാവുമ്പോൾ നമുക്ക് സത്യം മാത്രം പറഞ്ഞാൽ മതിയല്ലോ, നുണയൊന്നുമില്ലല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ വളരെ സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം. അതുപോലെ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ പെരുമാറുന്ന രീതികളും ഒരുപാട് ഉറക്കെ സംസാരിക്കാനോ ഒരുപാട് ചിരിക്കാനോ കളിക്കാനോ ഒന്നും പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിനെ അത്രയും ബഹുമാനത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം പണ്ടത്തൊക്കെ രാജകൽപ്പനകളാണ്. രാജാവ് ഒരാളെ കൊല്ലാൻ പറഞ്ഞാൽ അപ്പം തന്നെ അവർ കൊല്ലും. അപ്പോൾ രാജാവിൻ്റെ പ്രീതിയിലാണ് നമ്മൾ ആ പറയുന്ന രാജ്യത്തിലെ എല്ലാ പ്രജകളും ആ പറയുന്ന രാജകൊട്ടാരത്തിലെ എല്ലാ ആൾക്കാരും ജീവിക്കുന്നത്.
അപ്പോൾ ധൗമ്യ മഹർഷി യുധിഷ്ഠിരനോടും 4 അനുജന്മാരോടും ദ്രൗപദിയോടും കൂടി ചേർത്ത് പറയണേ, നിങ്ങൾ വനവാസത്തിൽ ജീവിച്ചതിനെക്കാട്ടിലും ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഈ മത്സ്യരാജ്യത്തിൽ വേറെ രൂപത്തിൽ വേറെ ഇതിൽ ജീവിക്കുക എന്ന് പറയും. പക്ഷേ വിരാട രാജാവ് വളരെ നല്ല മനുഷ്യനുമാണ്, വളരെ വിശാല മനസ്കനുമാണ്, ഒരിക്കലും ഇതാക്കില്ല. പക്ഷെ നിങ്ങൾ രാജാവാണെന്നോ നിങ്ങളുടെ ഹസ്തിനപുരത്തിലെ ഇവരാണെന്നോ നിങ്ങളൊരിക്കലും അവരെ അറിയിക്കരുത് എന്ന് പറയും. എന്നിട്ട് എല്ലാ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ട് പഞ്ചപാണ്ഡവന്മാരും ദ്രൗപദിയും കൂടി കാട്ടിൽ നിന്ന് വിരാടൻ്റെ മത്സ്യരാജ്യത്തിലേക്ക് പോകാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ച് കഴിഞ്ഞ പിന്നെ വിരാടൻ്റെ മത്സ്യരാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് അവരെത്തിയ ഉടനെ എന്താ കണ്ടേ? കൊട്ടാരം. അതിനകത്ത് ഒരുപാട് ആയുധങ്ങളുണ്ട്, അമ്പ്, വില്ല്, ഇതൊക്കെ രാജ്യം സംരക്ഷിക്കണമല്ലോ. രാജാവിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവൻ സംരക്ഷിക്കണമല്ലോ. ഒരുപാട് ആയുധങ്ങളുണ്ട്, പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. അമ്പ്, വില്ല്, വാളുകൾ, വലിയ വാളുകൾ, ഇതൊക്കെ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ഇതിനെയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവർ കണ്ടു. പക്ഷെ ഇവരുടെ 5 പേരുടെ കയ്യിലും ഒരു ആയുധങ്ങളും ഒന്നുമില്ലല്ലോ. കാരണം ഇവർ കുറേ കാലമായിട്ട് ആയുധങ്ങൾ എടുത്തിട്ടില്ല, അർജുനനെ ഒഴിച്ച്. എന്നിട്ട് അവർ നേരെ കൊട്ടാരത്തിൻ്റെ പടിപ്പുരയിലെത്തി. പടിപ്പുര എന്ന് പറയുന്നത് ഗേറ്റിൻ്റെ മുമ്പിലെത്തി. ഗേറ്റ് ഓഫ് ദി പാലസിൻ്റെ ഗേറ്റിൽ ആരൊക്കെ? പഞ്ചപാണ്ഡവന്മാരും ദ്രൗപദിയും കൂടി എത്തിയിട്ട് അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ രാജാവിനെ കാണാനാണ് വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് വിരാട മഹാരാജാവിനെ കാണണം. പക്ഷെ ഒരു കാരണവശാലും ഞങ്ങൾ ആരൊക്കെയാണെന്നുള്ളത്, വിരാട മഹാരാജാവിന് സത്യം ആരാണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരങ്ങനെ കൊട്ടാരത്തിൽ കയറി. ആരാണെന്ന് അറിയണ്ട, വേറെ രൂപത്തിലാണ് അവർ താമസിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ പേരുണ്ടല്ലോ. ഭീമൻ്റെ പേരാണ് വല്ലഭ, ബൃഹന്തള എന്ന് അർജുനൻ്റെ പേര്, ഗ്രന്ഥിക എന്ന് നകുലൻ്റെ പേര്, അതുപോലെ സഹദേവനുണ്ട്, യുധിഷ്ഠിരനും ഉണ്ട്. ഇവരൊക്കെ വേറെ രൂപവും വേറെ തൊഴിലുമാണ്. അപ്പോൾ ഇവരിപ്പോൾ പിന്നെ രാജാവിനോട് പറയണേ, ഞങ്ങൾക്ക് ഇന്ന ജോലികളൊക്കെ അറിയാം, ഞങ്ങൾ ഇന്ന ജോലികളൊക്കെ ചെയ്യും എന്ന് പറയണേ. അപ്പോഴല്ലേ ആ ജോലികൾ അവർക്ക് ചെയ്യാൻ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തായി, അവിടെ എത്തി. അപ്പോൾ വിരാടൻ്റെ മഹാരാജ്ഞിക്ക് ഒരു അനുജനുണ്ടായിരുന്നു. വിരാടൻ്റെ മഹാരാജ്ഞിക്ക് ഒരു അനുജനുണ്ടായിരുന്നു. ഈ അനുജൻ എന്ത് ചെയ്ത് ദ്രൗപദി, അനുജൻ്റെ പേരാണ് കീചകൻ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പഴഞ്ചൊല്ല് പോലെ ഉണ്ട് കേട്ടോ. എന്താണത്? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അപ്പൊ കീചകൻ ആരാണ്? വിരാട മഹാരാജ്ഞിന്റെ അനുജനും ഈ വലിയ യോദ്ധാവുമാണ്. ഭയങ്കര കഴിവുള്ള ആളാണ് കീചകൻ. മനസ്സിലായോ? ഭയങ്കര കഴിവും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന കീചകന്റെ വിരാട മഹാരാജാവിന്റെ പടയില്ലേ, ആർമിയുടെ ജനറലാണ്. ഭയങ്കര സുന്ദരനും സുമുഖനും ഭയങ്കര കഴിവുള്ള ആളുമാണ്. മനസ്സിലായോ? ആ കഴിവുള്ള ആൾക്ക് എന്ത് പറ്റി? ദ്രൗപദീനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ദ്രൗപദിക്ക് ഓൾറെഡി 5 ഭർത്താക്കന്മാരുണ്ടല്ലോ, അതിലൊരു ഭർത്താവാണല്ലോ ഭീമൻ. അപ്പൊ ദ്രൗപദീനെ കണ്ടിട്ട് ഈ കീചകൻ ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ദ്രൗപദീനെ പതുക്കെ എങ്ങനെയെങ്കിലും മുറിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാൻ തുടങ്ങി.
അങ്ങനെ ദ്രൗപദി പക്ഷെ രാജ്ഞിയുടെ ഇതിലല്ലേ, രാജ്ഞിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, അതായത് സ്വർണങ്ങളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ എന്താ പറയുക, സുഗന്ധദ്രവ്യങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. അതാണ് ദ്രൗപദിയുടെ പ്രധാന ജോലിയായിട്ട് ഈ പറയുന്ന മത്സ്യരാജ്യത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്ത് ദ്രൗപദി തൻ്റെ ഭർത്താക്കന്മാരോട് പറഞ്ഞു, ഇതുപോലെ ഈ കീചകൻ എന്ന് പറഞ്ഞിട്ടില്ലേ, ഇതിൻ്റെ മഹാരാജ്ഞിയുടെ അനുജൻ കീചകൻ ഉണ്ട്. കീചകൻ ഇങ്ങനെ എന്നെ ചെറുതായിട്ട് നോട്ടമിട്ടിട്ടുണ്ട്, എന്നെ ഉപദ്രവിക്കുകയല്ല, എന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ പ്രലോഭിപ്പിക്കാനും എൻ്റെ അടുത്ത് ഒരുപാട് കിന്നരിക്കാനും വരുന്നുണ്ട്. എന്നെ കാണുമ്പോൾ കീചകന് ഒരു ചെറിയൊരിളക്കം കാണുന്നുണ്ട് എന്ന് എന്ത് ചെയ്ത് ദ്രൗപദി തൻ്റെ ഭർത്താക്കന്മാരോട് പറഞ്ഞു. അപ്പോൾ ഭർത്താവായ ഭീമൻ പറഞ്ഞു, നീ പേടിക്കണ്ട, നമുക്ക് നോക്കാം, കുറച്ച് ദിവസം നമുക്ക് ഇതാക്കി നോക്കാം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് നോക്കാം. ദൗമ്യ മഹർഷി നമ്മളോട് പോണ സമയത്ത് ഉപദേശിച്ചിട്ടുള്ളത് എന്താണ്? ദ്രൗപദീനെ മഹാരാജ്ഞിനെ പോലെ നോക്കണം, ദ്രൗപദീനെ നന്നായി നോക്കണം, ദ്രൗപദിക്ക് ഒരു കഷ്ടവും വരാത്ത രീതിയിൽ നോക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ള. നമ്മളതുപോലെ ചെയ്യണ്ടേ എന്നാണ് ഈ 5 അനുജന്മാരും 5 അനുജന്മാരും കൂടി ചേർന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഇനിയൊരു കാര്യം എന്തറിയാം, ഇനിയൊരു കാര്യം എന്തറിയാം, ഒരിക്കലും ഒരു സ്ത്രീനെ, ഒരു സുന്ദരിയായ സ്ത്രീനെ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല. അപ്പോൾ മഹാരാജ്ഞി പറയണേ, കാരണം ദ്രൗപദി അതിസുന്ദരിയാണല്ലോ, ദ്രൗപദിക്ക് ഭയങ്കര സൗന്ദര്യമുണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം മഹാരാജ്ഞി പറയണം ദ്രൗപദിയോട്, നിൻ്റെ സൗന്ദര്യം കണ്ട് എനിക്ക് പേടിയാവുന്നു. എൻ്റെ ഭർത്താവ് വിരാടൻ പോലും നിങ്ങളുടെ എന്താ പറയുന്ന സൗന്ദര്യം കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നുണ്ട്. ഈ കൊട്ടാരത്തിൽ എനിക്ക് ദ്രൗപദിനെ നിർത്താൻ പേടിയാവണു എന്ന് പറഞ്ഞു. അപ്പം ദ്രൗപദി പറയണേ, എനിക്കൊരു പേടിയില്ല. പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു, ഞാൻ 5 ഗന്ധർവന്മാരുമായിട്ട് വിവാഹം കഴിഞ്ഞവളാണ്, അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. ഈ 5 പേരുണ്ടല്ലോ, അവരെന്നെ സംരക്ഷിച്ചോളും, 5 ഗാന്ധർവന്മാരാണത് എന്ന് പറഞ്ഞു. ദ്രൗപദിയും രാജ്ഞിയും തമ്മിലുള്ള സംഭാഷണമാണ് അതൊക്കെ. അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നാലും രാജ്ഞിക്ക് എപ്പോഴും പേടിയുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ പോയി. ഈ വിരാട മഹർഷിയുടെ കൊട്ടാരത്തിൽ ഇങ്ങനെ അവർ ജീവിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം എന്ത് ചെയ്ത് നമ്മുടെ ഈ രാജ്ഞിയുടെ അനുജനില്ല കീചകൻ എന്ത് ചെയ്ത് ദ്രൗപദീനെ കാണണം എന്നുള്ള ആഗ്രഹം ആരോടാ പറഞ്ഞ? രാജ്ഞിയോട് പറഞ്ഞിട്ട് പറഞ്ഞു, ദ്രൗപദീനെ ഒന്ന് ഇങ്ങനെ എൻ്റെ പള്ളിയിറക്കി ഒന്ന് അയച്ചു തരാൻ പറ്റുമോ? എനിക്ക് ദ്രൗപദീനെ കാണണം എന്നൊരു ഭയങ്കര ആഗ്രഹമായിരിക്കുകയാണ് എന്ന് ആരാ പറയുന്നത്? കീചകൻ പറയാണ്. കീചകന് ദ്രൗപദീനെ കാണണം ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് പറയണം. നേരെ എന്ത് ചെയ്ത് ഒരു മഹാരാജ്ഞി ഇത് പറയുമ്പോൾ യുധിഷ്ഠിരൻ മഹാരാജാവിൻ്റെ കൂടെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാജാവും യുധിഷ്ഠിരനും കൂടെ ചൂത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാരാജ്ഞി അവിടെ ചെന്ന് പറയണേ, ഇതുപോലെ എൻ്റെ അനുജൻ കീചകൻ ദ്രൗപദീനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, തൻ്റെ മുറിയിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് കേട്ട ഉടനെ യുധിഷ്ഠിരൻ അങ്ങോട്ട് ഞെട്ടി. പക്ഷെ യുധിഷ്ഠിരൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ എന്തു പറ്റി? ദ്രൗപദി ചെന്നിട്ട് ഭീമനോട് സഹായം ചോദിക്കും. ഭീമൻ്റെ മുമ്പിൽ ചെന്നിട്ട് ദ്രൗപദി കരയാൻ തുടങ്ങും. ആ കീചകൻ എന്നെ മുറിയിലേക്ക് വിളിച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ അവിടെ പോയാൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് എന്ന്
ഭീമനോട് ദ്രൗപദി കരഞ്ഞ് തൻ്റെ സങ്കടം പറയും. എന്നെ മുറിയിലേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഭീമൻ പറയും, നീ പേടിക്കുക വേണ്ട, ഞാനുണ്ട് നിന്നെ രക്ഷിക്കാൻ, ഞാൻ അവനെ ശരിയാക്കിക്കോളാം. ആരേ? കീചകനെ ഞാൻ ശരിയാക്കിക്കോളാം. കീചകനെ ഞാൻ കീചകനെ എങ്ങനെ, കീചകൻ എന്താ പറഞ്ഞിരിക്കുന്നത്, കീചകനെ എങ്ങനെ ആകർഷിച്ചിട്ട് ഒരു ദിക്കിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ദ്രൗപദി ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചിട്ട് അതൊക്കെ കീചകനെ ഒരു ദിക്കിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും, ഒരു മുറിയിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരും. എവിടെ കൊണ്ടുവരും? ഒരു മുറിയിലേക്ക് കൊണ്ടുവരും. കീചകനെ ഇങ്ങനെ പ്രലോഭിപ്പിച്ച് ഡാൻസൊക്കെ കളിച്ചിട്ട് കീചകൻ്റെ ആഗ്രഹങ്ങളൊക്കെ ദ്രൗപദി സാധിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ദ്രൗപദി ഡാൻസ് കളിച്ച് അങ്ങനെ കീചകനെ ഒരു മുറിയിലേക്ക് അടുത്ത് കൊണ്ടുവരും. ആ മുറിയുടെ ഉള്ളിൽ പക്ഷെ ആരായിരിക്കണേ? ഭീമൻ. ഭീമനല്ല രക്ഷിക്കാൻ പറയുന്നത്. അച്ഛൻ കഥ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. അപ്പോൾ കീചകനെ പതുക്കെ ദ്രൗപദി ആകർഷിച്ചിട്ട് ഈ മുറിയിലേക്ക് കൊണ്ടുവന്നു. മുറിയിൽ കൊണ്ടുവന്നതും ദ്രൗപദി അപ്രത്യക്ഷമായി. ഭീമൻ ഒരു സ്ത്രീനെ പോലെ ഈ മുറിയിലെ വേഷമൊക്കെ കെട്ടി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. കീചകൻ വന്നില്ലേ? കീചകൻ വന്നിട്ട് ഭീമനാണെന്ന് അറിയില്ല, ദ്രൗപദിയാണെന്ന് വിചാരിച്ച് കെട്ടിപ്പിടിച്ചതല്ല. ഭീമനൊരടി ഭീമൻ അങ്ങനെ മുറുക്ക പിടിച്ചു കീചകനെ അങ്ങനെ കഴുത്തിലിങ്ങനെ മുറുക്ക പിടിച്ചൊരു ഒറ്റ വലി അങ്ങോട്ട് വലിച്ചു. കഴുത്തങ്ങോട്ട് തിരിഞ്ഞു. കീചകൻ പേടിച്ചു. അങ്ങനെ കീചകന്റെ നെഞ്ചത്ത് ഇങ്ങനെ രണ്ട് കൈ കൊണ്ടും ഒരൊറ്റ അമർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? കീചകനെ ഒരൊറ്റ വലിയില് 2 പീസാക്കി കീചകനെ കൊന്നു. അങ്ങനെ കീചകൻ മരിച്ചു. കീചകൻ ഭീമന്റെ കൈ കൊണ്ട് മരിച്ചു. കീചകനെ കൊല്ലാൻ ശക്തിയുള്ള അന്നത്തെ ലോകത്തിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതാരാണത്? ഭീമൻ തന്നെ. അപ്പൊ കീചകന്റെ മരണം ഇതുപോലെ ഇങ്ങനെ ഒരു നൃത്തവും ഈ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കീചകൻ മരിക്കുന്നത് ആ രാജ്യം മുഴുവനും പാട്ടായി. അയ്യോ കീചകനെ കൊന്നൂലോ എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തയായി മാറി രാജ്യത്തിലെ എല്ലാവർക്കും. ദ്രൗപദി പറഞ്ഞേ. അപ്പൊ സ്വാഭാവികമായിട്ടും മഹാരാജ്ഞിയുടെ അനുജൻ മരിച്ചില്ലേ? മഹാരാജ്ഞിയുടെ അനുജനല്ലേ കീചകൻ. അപ്പൊ എന്താ മരിക്കാൻ കാരണം ചോദിച്ചപ്പോൾ ദ്രൗപദി പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞതല്ലേ കീചകനോട്, എനിക്ക് വിവാഹം കഴിഞ്ഞതാണ്, 5 ഗാന്ധർവന്മാരുമായിട്ടാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ നിങ്ങൾ ആശിക്കാൻ പാടില്ല, കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം പാടില്ല, എന്നോടുള്ള പ്രത്യേക വികാരങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കീചകനെ കൊന്നിട്ട് കീചകൻ്റെ എന്താ പറയുന്ന അവസാനത്തെ കർമ്മങ്ങളൊക്കെ ഇല്ലേ, കീചകനെ എന്താ പറയുക, കീചകൻ്റെ ശരീരം ദഹിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മഹാരാജ്യത്തിൽ. അങ്ങനെയാണ് ഭീമൻ പാഞ്ചാലിനെ കീചകനിൽ നിന്ന് രക്ഷിച്ചത്. എന്നിട്ട് എന്തു പറ്റി? കീചകൻ്റെ ആൾക്കാരും ഇവരുമൊക്കെ ആ രാജ്യത്തിൽ മുഴുവനും എല്ലാവരും എന്താ പറയുക, കീചകൻ്റെ മരണത്തിനെ ദുഃഖാചരണമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എന്തായി? ദ്രൗപദീനെ പേടിയായി. ദ്രൗപദിയും ദ്രൗപദിയുടെ ഭർത്താക്കന്മാരായ ഗാന്ധർവന്മാരെയും പേടിയായി. അങ്ങനെ മഹാരാജ്ഞി എന്ത് ചെയ്തു? സൈരന്ധ്രി എന്ന് പറയുന്ന ആരാണ്? ദ്രൗപദിൻ്റെ പേരല്ലേ സൈരന്ധ്രി? ഞാൻ പറഞ്ഞു തന്നില്ല അച്ഛാ. ദ്രൗപദിയോട് മഹാരാജ്ഞി പറയണേ, സൈരന്ധ്രി നീ ഈ രാജ്യത്ത് നിന്ന് പോയിക്കോ, എനിക്ക് നിങ്ങളെ ഞങ്ങളുടെ കൂടെ നിർത്താൻ ധൈര്യമില്ല. കാരണം എന്താ അറിയോ, എൻ്റെ സ്വന്തം അനുജൻ മരിക്കപ്പെട്ടു. അതുപോലെ
അവൻ്റെ കുറേ ആൾക്കാരും ഉണ്ട്. അവരും നമ്മൾ പറയുന്നത് ഒന്നും കേൾക്കണമെന്നില്ല. നിൻ്റെ ഗാന്ധർവന്മാരായ ഭർത്താക്കന്മാരും നിന്നെ സംരക്ഷിക്കുന്ന 5 ഗാന്ധർവന്മാരെക്കുറിച്ചും ഞങ്ങൾക്ക് ഭയങ്കര പേടിയുണ്ട്. എനിക്ക് ഗാന്ധാരീനെ ഭയങ്കര ഇഷ്ടമാണ്, അല്ല എനിക്ക് സൈരന്ധ്രീനെ ഭയങ്കര ഇഷ്ടമാണെന്ന് അങ്ങനെ പറയുന്ന മഹാരാജ്ഞി പറയണേ, എനിക്ക് സൈരന്ധ്രീനെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ദയവ് ചെയ്ത് ഇവിടുന്ന് പോവൂ എന്ന് മഹാരാജ്ഞി ദ്രൗപദിയോട് പറയണം. അപ്പം ദ്രൗപദി പറയും മഹാരാജ്ഞിയോട്, ദയവ് ചെയ്ത് എന്നോട് ഇത്രയും ക്രൂരത കാണിക്കരുത്, മഹാരാജ്ഞിയായിട്ടിങ്ങനെ എന്നെ പറഞ്ഞയക്കരുത് ഇവിടുന്ന്. അങ്ങയുടെ ആങ്ങള, മഹാരാജ്ഞിയുടെ ആങ്ങള കീചകൻ എൻ്റെ ഭർത്താക്കന്മാരെ പ്രലോഭിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നോട് ഇത്രയും ആശ തോന്നി. അത് എൻ്റെ ഭർത്താക്കന്മാർക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് മാത്രമാണ് അവർ പ്രതികാരം ചെയ്യാൻ വന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും തന്നെ, എന്നെ ദ്രോഹിക്കാൻ വരാത്ത ആർക്കും തന്നെ ഒരു ആപത്തും ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് ഇവിടുന്ന് പറഞ്ഞയക്കരുത് എന്ന് പറയുകയാണ്. ഞാൻ ഇവിടെ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഞാൻ താമസിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരാവശ്യമുണ്ട്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. 13 ദിവസങ്ങളാണ് പറയുന്നത്. ഞാനൊരു 13 ദിവസങ്ങൾ കൂടി ഞാൻ ഇവിടെ താമസിച്ചേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ സത്യം ചെയ്യണം, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞു. മഹാരാജ്ഞി ഒന്നുകൂടി ആലോചിച്ചിട്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് 13 ദിവസം, എന്താണ് 13 ദിവസം കൊണ്ട് നീ ചെയ്യാൻ പോണ എന്ന് മഹാരാജ്ഞി ചോദിച്ചപ്പോൾ ദ്രൗപദി പറഞ്ഞു, എനിക്കതിൻ്റെ കാരണങ്ങൾ പറഞ്ഞുതരാൻ പറ്റില്ല മഹാരാജ്ഞിയോട്, ക്ഷമിക്കണം എന്നോട്. പക്ഷെ 13 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. പക്ഷേ ഞാൻ ഈ ഗാന്ധർവന്മാരെയോ നിങ്ങളാരെയും ഉപദ്രവിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. എന്താ പറയണ, ഞാൻ ഒരു കാരണവശാലും വിരാട രാജ്യത്തിൽ ഒരു ദ്രോഹവും ചെയ്യില്ല, ഒരാളെയും ആക്രമിക്കുകയോ ഒരാളെ ഉപദ്രവിക്കുകയോ ഞാൻ ചെയ്യില്ല. എൻ്റെ ഭർത്താക്കന്മാരോ ഗന്ധർവന്മാരോ ആരും തന്നെ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. പക്ഷേ എനിക്ക് കുറച്ച് കാലയളവ് കൂടി വിരാടൻ്റെ രാജ്യത്തിൽ കഴിയണം എന്ന് ആരാ പറയുന്നത്? ദ്രൗപദി. ആരോടാ പറയുന്നത്? മഹാരാജ്ഞിയോട് പറയുന്നു. ദയവ് ചെയ്ത് എന്നോട് ക്രൂരത കാണിക്കരുത്, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വിശ്വസ്തതയായിട്ടുള്ള ഒരാളായി തന്നെ ഉണ്ടാവുമെന്ന് പറയണം. അപ്പോൾ ഇതോടുകൂടി 9ാമത്തെ ചാപ്റ്ററായ വാണ്ടറിങ്സ് കഴിഞ്ഞു. ഇവരുടെ വനവാസത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്കാണ് ഇവർ വരുന്നത്. ഇതോടുകൂടി അപ്പം നമ്മളിനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാമത്തെ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. 10ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താ അറിയോ? സെർവിറ്റ്യൂഡ്. ഇത് നമുക്കിനി നാളെ കേൾക്കാം അല്ലേ? അപ്പോൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. 9ാമത്തെ ചാപ്റ്ററായ വാണ്ടറിങ്സ് ഇതോടുകൂടി 9ാമത്തെ ചാപ്റ്ററായ 100 ക്വസ്റ്റ്യൻസ് ഇതോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്.